ഓക്കെ, അപ്പോൾ നമ്മൾ ചക്കേൻ്റെ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് നമ്മൾ കുരുവെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അരയ്ക്കണം, ഇതെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് അരയ്ക്കണം ഈ മിക്സിയിൽ. അപ്പോൾ നമുക്ക് അരച്ചിട്ട് കാണാം. നമ്മൾ കുറച്ചിശായിട്ട് ചക്കേനെ ഇട്ടിട്ട് നമ്മൾ ഇത്രയും നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് അരക്കാം ഗൈസ്. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്ക ഇട്ടിട്ട് അരയ്ക്കുക കേട്ടോ. നിങ്ങൾ ഒരു ഫ്ലേവർ ഇട്ടാനാണ് നമുക്ക് ഏലക്കായിൻ്റെ. സോ നല്ല ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫൈനായിട്ട് എടുക്കുക കേട്ടോ, അരച്ചെടുക്കുക നല്ലോണം. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങേൻ്റെ ഒപ്പം ഇല്ല, തേങ്ങ വെറും തേങ്ങ നമ്മൾ അരക്കുകയാണ്. ഓക്കെ, തേങ്ങ അരക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ കുറച്ചിട്ടുണ്ട്. ഇതിനെ അരക്കാം. ഓക്കെ, അപ്പോൾ തേങ്ങ അരച്ചത് നമ്മളിതിലേക്ക് ഇടുകയാണ്. അപ്പുറത്ത് നമ്മൾ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് വെള്ളം ഉരുക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അരിപ്പൊടി ഇടണം. ഇനി കുറച്ച് നമുക്കിങ്ങനെ അരിപ്പൊടി ഇടാം. 1 സ്പൂൺ ഇട്ടു. 1 സ്പൂണല്ല, എത്ര കണക്കാണ് കുഴച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അരിച്ചെടുക്കുക കേട്ടോ. ചിലപ്പോൾ കല്ല് പോലുള്ള കാര്യങ്ങൾ ചിലപ്പം കാണാറുണ്ട്. സോ നമ്മൾ അരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ വെല്ലവും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കണം. സോ ഏകദേശം ഓൾമോസ്റ്റ് മിക്സ് ആക്കി വരുന്നുണ്ട്. കുറച്ചും കൂടി പൊടി ഇടേണ്ടി വരും അല്ലേ. കുറച്ച് ലൂസായതുകൊണ്ട് കുറച്ച് നമുക്ക് പൊടി ഇടേണ്ടി വരും. അരിപ്പൊടിയാണ്. ഓക്കെ, പച്ചരിയാണ്, നൈസായിട്ട് പൊടിച്ചെടുത്താണ് നമ്മൾ ഇതിൽ മിക്സ് ആക്കേണ്ടത് കേട്ടോ. നല്ലോണം 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇത് മിക്സ് ആക്കി എടുക്കണം. കട്ടയില്ലാത്ത വിധത്തിൽ അല്ലേ ആക്കി നമ്മൾ മിക്സ് ആക്കി വരണം. മതിയല്ലേ അരിപ്പൊടി. ഗൈസ്, അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വേപ്പിക്കാനുള്ള നമ്മൾ ഇഡ്ഡലി പാത്രമാണ്, അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് ലേശം നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് ഇത് നമ്മൾ കൂട്ടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പം ലൈക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പ്ലേറ്റ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്, പശു നെയ്യെല്ലാം ചേർത്തിട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് കൂട്ട് ഒഴിക്കണം നേരത്തെ. ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ട് ഒഴിക്കുകയാണ് ഗൈസ്. നമുക്ക് കുറച്ച് കൂട്ട് ബാക്കിയുണ്ട്, അത് നമുക്ക് രണ്ടാമത് ഉണ്ടാക്കാം. സോ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് എത്ര മിനിറ്റ് വേണം കുക്കാവാൻ? ഹാഫ് ആൻ അവർ വേണ്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം. ബൈ. അപ്പോൾ നമ്മളിത് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നോക്കാം. ഓക്കെ, ഇത് കുക്കായിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ സ്പൂൺ കൊണ്ട് തൊട്ട് നോക്കുകയാണ്. വെന്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചക്കേൻ്റെ. ഇതിനിപ്പം എടുത്ത് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചക്ക വട്ടയപ്പം. നിങ്ങൾ ട്രൈ ചെയ്യുക. അതേപോലെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.